കോഴിക്കോട് ജിംനേഷ്യത്തിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 3 യുവാക്കൾ പിടിയിലായി. ബേപ്പൂർ സ്വദേശികളായ ജംഷീർ, ഇജാസ്, ഫറൂഖ് സ്വദേശിയായ അർഷാദ് എന്നിവരാണ് പിടിയിലായത്. 9 ലക്ഷം രൂപയോളം വില വരുന്ന 250ഓളം ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവും പിടികൂടി. പയ്യാനക്കൽ കപ്പക്കൽ റോഡിലുള്ള ബാക്ക് ടു ഫിറ്റ് എന്ന ജിംനേഷ്യത്തിൽ നിന്നാണ് വൻ ലഹരിവേട്ട. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ ജിംനേഷ്യത്തിന്റെ മറവിലാണ് ഈ ലഹരി കച്ചവടം നടന്നത് എന്നാണ്. കാരണം ഈ ജിംനേഷ്യമൊക്കെ ആകുമ്പോൾ അവിടെ പോകുന്നവരും അവിടെ നടത്തിപ്പുകാരും സ്വാഭാവികമായും പോലീസും എക്സൈസും ഒന്നും സംശയിക്കില്ല. അത് മറയാക്കി തന്നെയാണ് ഈ കച്ചവടം അവിടെ പൊടിപിടിച്ചതല്ലേ? തീർച്ചയായും KP, ഈ കോഴിക്കോട് പയ്യാനക്കലിലാണ് ജിംനേഷ്യത്തിന്റെ മറവിൽ MDMA വിൽപ്പന നടത്തിയത്. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 250 ഗ്രാം MDMA-യും കഞ്ചാവും 40 ഗ്രാമോളം കഞ്ചാവും ഈ ജിംനേഷ്യത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഈ ജിംനേഷ്യത്തിന്റെ മറവിൽ ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള പരാതി ആ നാട്ടിലെ ആളുകൾ ഡാൻസ് ഓഫ് സംഘത്തിന് നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ഈ ആളുകൾക്കൊക്കെ തന്നെ വലിയ ഭയമുണ്ടായിരുന്നു. ഈ ജിമ്മിന്റെ മറവിൽ ഇങ്ങനെ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പറഞ്ഞാൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്നൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെ 2 ദിവസമായി ഈ ഡാൻസ് ഓഫ് സംഘം ഈ ജിമ്മ് നിരീക്ഷിച്ചു വരികയാണ്. അങ്ങനെയാണ് ഈ പുലർച്ചെ 3 മണിക്കൊക്കെ തന്നെ ഇവിടെ ആളുകൾ ഈ MDMA വാങ്ങാൻ ഈ ജിംനേഷ്യത്തിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഡാൻസ് ഓഫ് സംഘം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ ഈ ജിംനേഷ്യത്തിൽ ഈ ഡാൻസ് ഓഫ് സംഘവും പോലീസും ഈ ജിംനേഷ്യത്തിൽ എത്തി പരിശോധന നടത്തിയത്. ഈ സമയത്ത് അവിടെ ഈ MDMA വാങ്ങാൻ അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് 40,000-ഓളം രൂപ അവിടെ നിന്ന് ഈ പോലീസിനെ കണ്ടതോടെ ഈ ജിം നടത്തിപ്പുകാരൻ ഉൾപ്പെടെയുള്ള ആ 3 യുവാക്കൾ കയ്യിലുണ്ടായിരുന്ന പണം അവിടെയുള്ള വെള്ളത്തിലേക്ക് നിക്ഷേപിക്കുകയും കടന്നു കളയാൻ ശ്രമിക്കുകയും ചെയ്യും. പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ ബലപ്രയോഗത്തിനൊടുവിലാണ് ഈ 3 പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ഡാൻസ് ഓഫ് സംഘം പറയുന്നത്. കാരണം ഇവർക്ക് എവിടെ നിന്നാണ് ഈ MDMA ലഭിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും കഴിഞ്ഞ 1 വർഷമായി ഈ ബാക്ക് ടു ഫിറ്റ് എന്ന് പറയുന്ന പയ്യാനക്കലുള്ള ജിമ്മ് അവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഈ ജിമ്മിന്റെ മറവിൽ ഇത്തരത്തിൽ MDMA പോലുള്ള ലഹരി വ്യാപാരം നടന്നത്.